ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താടിയും പോട്ടും ടോക്സ് ഗൈസ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഇന്നത്തെ ടോക്ക് കുറച്ച് നാളും മുന്നേ പന്തിരാങ്കാവ് ഗാർഹികപ്പെടുന്നതിന്റെ കേസ് ഒരുപാട് നമ്മളെ എല്ലാ ചാനലുകളിലും നമ്മളും ഒരുപാട് കൈകാര്യം ചെയ്യുന്നതാണ്. പക്ഷെ ആ ഒരു കേസിൽ ഇപ്പോൾ ഒരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. വീട്ടുകാരുടെ സമ്മർദ്ദത്തിനും ഭീഷണിക്കും വഴങ്ങിയാണ് താൻ തന്റെ ഭർത്താവായ രാഹുലിനെതിരെ ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതെന്നും പറഞ്ഞ് ആ പെൺകുട്ടി ലൈവിൽ വന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ടോക്ക്. എന്നാൽ ഈ പറയുന്ന പെൺകുട്ടി പറയുന്നതൊന്നും ശരിയല്ലെന്നും ഞങ്ങൾ ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തോ മറ്റൊരു സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും പെൺകുട്ടിയുടെ വീട്ടുകാർ പറയും. ആ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ജോലിക്ക് പോയ മോളെ കാണാനില്ല എന്നും പറഞ്ഞ് പെൺകുട്ടിയുടെ വീട്ടുകാർ കേസ് കൊടുക്കുകയും അവരുടെ കസ്റ്റഡിയിൽ ഇരുന്ന് അവരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് ആ പെൺകുട്ടി ഇപ്പോൾ ലൈവ് വന്നത് എന്നും ആണ് പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ആരോപണം. എന്തായാലും ഈ രണ്ട് വീഡിയോ ആണ് ഇന്നത്തെ നമ്മളുടെ നേരെ വീഡിയോയിലോട്ട് പോകാം. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ വഴിത്തിരിവ്, നിർണായക വെളിപ്പെടുത്തലുമായ യുവതി രാഹുൽ നിരപരാധിയാണ്, രാഹുൽ തന്നെ മർദ്ദിച്ചിട്ടില്ലെന്നും ഉന്നയിച്ചത് വ്യാജ ആരോപണമെന്നും യുവതി വീഡിയോയിൽ പറയുന്നു. കുറച്ച് നാളുകളായിട്ട് പോലീസിന്റെ മുന്നിലാണെങ്കിലും മീഡിയാസിന്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. ആവശ്യമില്ലാത്ത കുറേ അലിഗേഷൻസ്, ഫോൾസ് അലിഗേഷൻസ് ഞാൻ രാഹുലേട്ടൻ്റെ തലയിൽ വെച്ച് കൊടുക്കുമായിരുന്നു. എൻ്റെ തെറ്റാണത്, എൻ്റെ മാത്രം തെറ്റാണ്. പലപ്പോഴും ഞാനിപ്പം എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോടെല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്കിതിനൊന്നും താല്പര്യമില്ല. അതായത് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും. പക്ഷേ അവരുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു എന്താ പറയുക, സപ്പോർട്ടില്ലായ്മ, അങ്ങനെ വേണം പറയാനായിട്ട്. എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എന്ത് പറയണം, ആരുടെ കൂടെ നിൽക്കണം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത്, ഭയങ്കര ഷോക്ക്ഡായിരുന്നു. അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത്. അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു, ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്ന പോലും പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചുപോയി. ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്നിട്ട് രാഹുലേട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറേ അധികം നുണകൾ എനിക്ക് പറയേണ്ടി വന്നു. അറിയില്ല, ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് രാഹുലേട്ടനെ. കല്യാണത്തിന് മുന്നേ കുറച്ച് നാളുകൾക്ക് മുന്നേ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രാഹുലേട്ടൻ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഓൾറെഡി ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം. അതെന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു. അതൊരു ചെറിയൊരു ഫോട്ടോഗ്രാഫിയുടെ ഇഷ്യൂസിൻ്റെ പേരിലാണ് അത് മുടങ്ങിപ്പോയെന്നും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡിവോഴ്സും കാര്യങ്ങൾ ഇൻ ബിറ്റ്വീൻ പ്രൊസീഡ് ആവുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിന് മുന്നേ മെയ് 5-ാം തീയതിക്ക് മുന്നേ അത് കിട്ടും എന്നോട് പറഞ്ഞു, ഡിവോഴ്സ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഹോപ്പിലാണ് നമ്മളത് പ്രൊസീഡ് ആയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ നമുക്ക് കിട്ടിയില്ല, ഡിവോഴ്സ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് പ്രൊസീഡ് ചെയ്യേണ്ടടാ, ഇത് കിട്ടിയില്ലല്ലോ, പ്രൊസീഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനാണ് രാഹുലേട്ടനെ നിർബന്ധിച്ചത്. അത് കുഴപ്പമില്ല, നമുക്ക് പ്രൊസീഡ് ചെയ്യാം, നമുക്ക് 5-ാം തീയതി കല്യാണം കഴിക്കാമെന്ന് ഞാനാണ് രാഹുലേട്ടനോട് പറഞ്ഞത്. മാത്രമല്ല
അതിനോട് പറഞ്ഞു, അച്ഛനോടും അമ്മയോടും, എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയോടും ഇങ്ങനൊരു മാരേജിൻ്റെ കാര്യം പറയണം നീ, അല്ലെങ്കിൽ പുള്ളിയായിട്ട് സംസാരിക്കാം എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പേടിയെന്ന് വെച്ചാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി സമ്മതിക്കോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. ഉറപ്പായിട്ട് സമ്മതിക്കില്ലായിരിക്കും. അത് പേടിച്ചിട്ട് ഞാനന്ന് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാനത് ഹൈഡ് ചെയ്തു. അതായത് ഇങ്ങനൊരു മാരേജ് രാഹുലേട്ടൻ രജിസ്റ്റർ ചെയ്ത കാര്യം ഞാൻ ഹൈഡ് ചെയ്തു. പറയണ്ടെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്തു നമ്മൾ May 5. ആക്ച്വലി എൻ്റെ ഫാമിലിക്ക് അറിയില്ല ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത കാര്യം, അറിയില്ല. ഞാനാണത് പറയാണ്ടിരുന്നത്. പറയണമെന്ന് പറഞ്ഞിട്ട് പോലും ഞാനത് പറഞ്ഞില്ല. ഒരു പക്ഷെ നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാണ്ടിരുന്നത്, വേറെ ഒന്നുമല്ല. കഴിഞ്ഞ ഒരു മാരേജ് മുടങ്ങിപ്പോയതിൽ രാഹുലേട്ടൻ മെൻ്റലി ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് രാഹുലേട്ടൻ എന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഇങ്ങനെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ രാഹുലേട്ടൻ്റെ കൂടെ നിന്നു. ഓക്കെ, ഞാൻ തൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആ കുട്ടിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ കുറേ മെമ്മറീസ് ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്കിത് പ്രൊസീഡ് ചെയ്യണ്ടടാ, ഞാൻ മെൻ്റലി ഓക്കെ അല്ല എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, അതെല്ലാം മാറിക്കോളും, അതെല്ലാം ശരിയായിക്കോളും, ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നിന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു. അങ്ങനെ എന്നെ വിശ്വസിച്ച് പുള്ളി എന്താ പറയുക May 5 എന്നെ കല്യാണം കഴിക്കാനുണ്ടായത്. ഒരിക്കൽ പോലും കല്യാണത്തിൻ്റെ എന്താ പറയുക ആ ഒരു സ്റ്റേജിൽ പോലും എന്നോട് ഡവറി ചോദിച്ചിട്ടില്ല. രാഹുലേട്ടനായിട്ട് മാത്രമേ, രാഹുലേട്ടൻ്റെ ഫാമിലിയോ ആരോ നമ്മളോട് ഡവറി ചോദിച്ചിട്ടില്ല. അടിപൊളി അതിൻ്റെ എന്തായാലും. അപ്പോൾ ഇപ്പോൾ രാഹുൽ ചേട്ടൻ ഡവറി ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ രാഹുൽ ചേട്ടൻ്റെ എതിരായി പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്വന്തം വീട്ടുകാർ കെട്ടിച്ചമ്മിച്ച് പറയിപ്പിച്ചതാണ്. അപ്പോൾ രാഹുലേട്ടൻ വളരെ നല്ലവനാണ്. ഇതിൽ രജിസ്റ്റർ ചെയ്ത് കല്യാണം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്ത കാര്യം രാഹുലേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. ഞാനാണ് വീട്ടുകാരോട് പറയാതിരുന്നത്. ഇപ്പൊ വീട്ടുകാരൗട്ട്, രാഹുലേട്ടൻ ഇന്നെ. അപ്പോൾ അത്രയ്ക്ക് ഈ രാഹുലേട്ടനെ ഇഷ്ടമായിരുന്നെങ്കിൽ വീട്ടുകാരല്ല, നാട്ടുകാരല്ല, ആര് വിചാരിച്ചാലും ഇവർക്കെതിരെ ഇതുപോലെ ഒരു നാട് മുഴുവൻ ഈ മനുഷ്യനെ നാട്ടിക്കുന്ന തരത്തിൽ ഇത്രയും കാര്യങ്ങൾ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഒരുമിച്ച് കുളിച്ചില്ലെങ്കിൽ അന്ന് മിണ്ടില്ല, ഭക്ഷണം വാരി കൊടുത്തില്ലെങ്കിൽ മിണ്ടില്ല, തൊട്ട് അയാളൊരു എന്താ പറയുക, അയാളൊരു സൈക്കോ ആണ്, അല്ലെങ്കിൽ മുന്നേ അങ്ങനെ തന്നെ ആയിരുന്നു ആ ഒരു ബന്ധത്തിന്റെ കേസും. അതൊന്നും അത്തരത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇയാളെ അത്രയും മോശം നാട് മുഴുവനാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇനി വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഡൗറി കേസ്, ഒരു കേസിന് ബലം കിട്ടാൻ വക്കീലന്മാര് പറഞ്ഞു കൊടുത്തിട്ട് ഡൗറി കേസിന്റെ പേരിലാണ് പീഡിപ്പിച്ചത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പുള്ളി പറയുന്നുണ്ട് വേറൊരു വീഡിയോയില്. അപ്പോൾ അങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരു പക്ഷെ ഈ പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷെ ഇത്രയും ആ മനുഷ്യനെ താറുമാറടിച്ചിട്ട് ഇപ്പൊ വന്നിട്ട് രാഹുലേട്ടനെ മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ രാഹുലേട്ടൻ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, വീട്ടുകാർ മരിക്കുന്ന ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയുന്നു. ഇപ്പോ അതുപോലെ തന്നെ എന്താ പറയാ, അന്ന് പോലീസ് സ്റ്റേഷനിലെ കംപ്ലൈന്റിന് വന്ന സമയത്തും ഈ രാഹുലിന്റെ കൈ പിടിച്ച് തൊട്ടരികിൽ മടിയിലിരിക്കും പോലെ കൈ പിടിച്ച് ആണ് അവര് ഈ സ്റ്റേഷനിലും നിന്നിരുന്നത്. അതിന് തന്നെ ഇവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ബോണ്ടിങ്, സ്നേഹം ഉണ്ട്. എത്ര ഉപദ്രവിച്ചാലും ഒരു കല്യാണം കഴിഞ്ഞാൽ ആകെ ഒരു 5-6 ദിവസം അങ്ങോട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ അന്ന് തന്നെ ആ വീഡിയോ എല്ലാം മാധ്യമങ്ങളിൽ വന്നപ്പോൾ തന്നെ അതെല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. ഒരു കേസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും ഈ പെൺകുട്ടിക്ക് രാഹുലിന് ഇഷ്ടമുണ്ടെന്ന് അന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ വീട്ടുകാരാണ് ഒരു കേസിന്റെ കാര്യം അതുപോലെ സംസാരിച്ച് അന്ന് പുറത്തു പോയി വന്നിട്ടുള്ള അടി ഉണ്ടായതൊക്കെ സമ്മതിച്ചിട്ടുണ്ട് രാഹുൽ. അത് ഈ പെൺകുട്ടിയും പറയുന്നുണ്ട്. അടിച്ചു എന്നത് സത്യമാണ്, അതല്ലാതെ ബെൽറ്റ് കൊണ്ട് അടിച്ചു, കഴുത്തിൽ കേബിൾ വെച്ച് മുറുക്കി, അതൊക്കെ വെറുതെ വീട്ടുകാർ പറഞ്ഞിട്ട് പറയുന്നതാണെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് അങ്ങനെയാണെങ്കിൽ ഈ കഴുത്തിൽ വന്ന പാടുകൾ എങ്ങനെയാണ് അത് നമുക്കറിയില്ല. പിന്നെ ഈ മുഴച്ച് ഇവിടെ വന്നത് അന്ന് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി കുറെ ഇടിച്ചതിൻ്റെതാണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ പറയുന്നു തല്ലുകൂടി കഴിഞ്ഞിട്ട് ഇവള് ബാത്റൂമിൽ പോയപ്പോ വഴിക്ക് വീണിപ്പോ തല്ലിടിച്ചതാണ്. അതപ്പോ തന്നെ രാഹുൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. ഡോക്ടറോട് ഞങ്ങള് തല്ലി വഴുക്കടിച്ചപ്പോ
അങ്ങനെ തല്ലിയിരുന്നു, അങ്ങനെ ബാത്റൂമിൽ പോയപ്പോൾ സ്ലിപ്പായതാണെന്നും അവിടെ വെച്ച് പറയും. വേണ്ട എല്ലാ ശുശ്രൂഷയും കൊടുത്തിട്ടാണ് രാഹുലേട്ടൻ കൊണ്ടുവന്നതെന്നും ഈ പുള്ളിക്കാരി സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അന്ന് കുറേ പരാമർശങ്ങൾ രാഹുലിനെതിരെ അപ്പോൾ ഇത്രത്തോളം നടത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ പറയുന്നത് ആത്മാർത്ഥമാണെങ്കിൽ ആ മനുഷ്യനെ ഇത്രയും ലോകത്തിന്റെ മുന്നിൽ അത്രയും കഴിപ്പെട്ട ഒരാൾ, മോശപ്പെട്ട ഒരാളാക്കി മാറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ വീട്ടുകാര് രംഗത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇത് മകള് ജോലിക്ക് പോയതിനു ശേഷം ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിരുന്നു. പക്ഷെ ശനിയാഴ്ച അവര് സംസാരിച്ചിരുന്നു, ശനിയാഴ്ച മുതൽ കാണാനില്ല, അല്ലെങ്കിൽ പിന്നീട് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഈ രാഹുലിന്റെ വീട്ടുകാരുടെ കസ്റ്റഡിയിലാണ്, അവളെ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കാം ഇപ്പൊ ഈ ഒരു ലൈവ് സ്വന്തം വീട്ടുകാർക്ക് എതിരെ ഇടേണ്ടി വന്നത് എന്നാണ് വീട്ടുകാരുടെ ആരോപണം, പെൺകുട്ടിയുടെ. പക്ഷെ ആ ആരോപണം തെറ്റാണെന്നും തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്നും പറഞ്ഞ് പെൺകുട്ടി മറ്റൊരു ലൈവും കൂടി ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹായ്, ഞാൻ സേഫാണ്. എന്നെ ആരും തട്ടിക്കൊണ്ടൊന്നും പോയിട്ടൊന്നുമില്ല. ആരുടെയും ഭീഷണി പ്രകാരമൊന്നുമില്ല ഞാൻ അങ്ങനെ ഒരു വീഡിയോ റിലീസ് ചെയ്തത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ്. ഒരു സമാധാനം കിട്ടുന്നില്ല. മൊത്തത്തിലൊരു പ്രഷർ കാരണം എനിക്ക് എന്താ പറയുക, എല്ലാവരിൽ നിന്നും കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാൻ തോന്നി. അതുകൊണ്ടാണ് ഇനിയെങ്കിലും, എനിക്കറിയാം ഒത്തിരി ലേറ്റായി പോയി എന്ന്, ഈ ഒരു സ്റ്റേജിലെങ്കിലും എനിക്ക് സത്യങ്ങൾ എന്താണെന്ന് തുറന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് മാറി നിന്നിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് സത്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ റിലീസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എനിക്ക് അവിടെ നിന്നൊരു വധഭീഷണി പോലും ഉണ്ടായതാണ്. സോ നല്ല പ്രഷർ കൊണ്ടിട്ടാണ് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറി നിന്നൊരു വീഡിയോ റിലീസ് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമൊഴി കൊടുക്കുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, അന്ന് പോലും സത്യങ്ങൾ തുറന്ന് പറയണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഞാൻ സത്യം എല്ലാവരോടും പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് ആ രഹസ്യമൊഴിയുടെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും പോലും ഉണ്ടായത്. അതിൻ്റെ തലേ ദിവസം പോലും ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ എന്തായാലും മൊഴി കൊടുക്കുമ്പോൾ എൻ്റെ ലാസ്റ്റ് മൊഴിയിൽ ഞാൻ സത്യങ്ങൾ മാത്രമേ പറയുള്ളൂ. പക്ഷേ അന്ന് രാത്രി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിലെ അച്ഛൻ ഒരു സൂയിസൈഡ് ടെൻഡൻസി അച്ഛൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായി. അതെനിക്ക് നേരിട്ട് കാണേണ്ടി വന്നു. ആ ഒരു സമയത്ത് സത്യമായിട്ടും പേടിച്ചു അച്ഛൻ എന്തെങ്കിലും ചെയ്ത് കളയുമെന്ന്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേജിൽ പോലും എനിക്ക് എന്താ പറയുക, സത്യം തുറന്ന് പറയാൻ പറ്റാഞ്ഞത്. ആ ഒരു തലേ ദിവസം പോലും ഒരു വക്കീലിനോട് ഞാൻ സംസാരിച്ചിരുന്നു. എൻ്റെ വീട്ടിലന്ന് രാത്രി ഒരു വക്കീൽ വന്നായിരുന്നു. അവരോട് ഞാൻ സത്യങ്ങൾ തുറന്ന് പറഞ്ഞു. കാരണം ആരോടെങ്കിലും തുറന്നു പറഞ്ഞാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് എനിക്ക് പറയാനായിട്ട്. പക്ഷെ അവർ പോലും പറഞ്ഞത്, ഞാൻ സത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, സോ അത് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്താണ് ആ ഒരു സമയത്ത് പോലും എനിക്ക് സത്യം എന്താണെന്ന് മജിസ്ട്രേറ്റിനോട് തുറന്ന് പറയാൻ പറ്റാഞ്ഞത്. പല സ്റ്റേജിലായിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ പോലും അവിടെ വെച്ചും ഞാൻ റിലേറ്റീവ്സിനോടും എൻ്റെ ഫാമിലിയോടും എല്ലാവരോടും പറഞ്ഞു എനിക്ക് സത്യം ഇനിയെങ്കിലും പറയണം. പക്ഷേ ആരും കൂടെ ഉണ്ടായില്ല. എന്താ പറയുക, സത്യം തുറന്നു പറയാനായിട്ട് ആരും എന്നെ ഹെൽപ്പ് ചെയ്തില്ല. ഒറ്റയ്ക്ക് തന്നെ, അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് മാറി നിന്നിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ACPനെ വിളിച്ചായിരുന്നു. സാറിനോട് ഞാൻ സത്യങ്ങളെല്ലാം പറഞ്ഞു. സാറിനോടെങ്കിലും തുറന്ന് പറയണമെന്ന് തോന്നി. പക്ഷേ ഈ ഒരു കേസ് കാരണം 2 പോലീസുകാരുടെ അവർക്ക് സസ്പെൻഷൻ കൊടുത്തൊരു കേസാണ്. സോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത്. പലപ്പോഴും പലരോടായിട്ടും കോണ്ടാക്ട് ചെയ്ത് എനിക്ക് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഫോൺ പോലും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഒരു രീതിയിൽ എനിക്ക് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു രീതിയിൽ ആരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്. ഞാൻ സേഫാണ്, എനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ പുള്ളിക്കാര് സേഫാണ്. സ്വന്തം വീട്ടുകാര് പറഞ്ഞ പോലെ രാഹുലിന്റെ വീട്ടുകാര് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയതോ, അപ്പോ രാഹുലിന്റെ വീട്ടുകാര് ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയിട്ട് ആണ് ഈ ലൈവ് ചെയ്യിച്ചതെന്നും
തന്റെ മോൾ മാനസികമായ എന്തൊരു സമ്മർദ്ദത്തിലാണ്, അവരുടെ കയ്യിലാണ് എന്നുമാണ് പെൺകുട്ടിയുടെ വീട്ടുകാര് കേസ് കൊടുത്തത് കാണാനില്ല എന്ന് പറഞ്ഞ്. അത് കണ്ടാണ് ഇപ്പൊ വീണ്ടും ഒരു ലൈവ് വന്ന് ഈ പെൺകുട്ടി പറയുന്നത് തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല, താൻ സേഫാണ്. സ്വന്തം വീട്ടിൽ നിന്നുള്ള മാനസിക സമ്മർദ്ദവും അച്ഛൻ ഭീഷണിപ്പെടുത്തും, ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ബന്ധുക്കളോ അല്ലെങ്കിൽ ആരും തന്നെ സപ്പോർട്ട് ചെയ്യാനില്ല. ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്യാൻ വിചാരിച്ച ഫോൺ പോലും മേടിച്ചു വെച്ചുകൊണ്ട് ഒന്നും നടക്കുന്നില്ല. വീട്ടിൽ നിന്നൊന്നും മാറി നിൽക്കണം എന്ന് സ്വന്തമായി കരുതിയിട്ട് തന്നെയാണ് മാറി നിന്നതെന്നും ഇനിയും ഇത്രയും കള്ളം തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നും എനിക്ക് വിളിച്ചു പറയണമെന്ന് തോന്നിയപ്പോഴാണ് താൻ മാറി നിന്നേനും ഇത്തരത്തിലുള്ള ലൈവ് ഇട്ടേന്നും പെൺകുട്ടി പറയുന്നുണ്ട്. ഇനിയിപ്പോ ഈ കേസിന്റെ ഗതി എന്തായി മാറുമെന്ന് അറിയില്ല. ചില കേസുകളുടെ കാര്യത്തിൽ കേസിന് ബലം കിട്ടാൻ വക്കീലന്മാർ ഒരുപാട് കാര്യങ്ങൾ അതില് ഇൻക്ലൂഡ് ചെയ്യും, ഇല്ലാത്തതൊക്കെ. പക്ഷെ നമുക്കുള്ളത് മാത്രം എഴുതിയാൽ മതി, ഇല്ലാത്തതൊന്നും വേണ്ട. അയാള് അത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറയുന്ന ആ കാര്യം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ. കേസിന് അത് കഴിഞ്ഞിട്ടുള്ള ബലം മതി അല്ലെ. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അവർ പറയുമ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞതും ഉള്ളതുമായ കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി എന്ന് സ്ട്രോങ് ആയി പറയാൻ കഴിയുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഇല്ലാത്ത കാര്യം ഒരാളെ കരി തേച്ച് പറഞ്ഞ് അവരെ മോശക്കാരാക്കി നമ്മൾ കുറെ പേര് ഞെളിഞ്ഞു കിടക്കേണ്ട കാര്യമില്ല. ഉള്ള കാര്യങ്ങളും നമ്മളൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും മാത്രം പറഞ്ഞാൽ മതി. സത്യസന്ധമായ കാര്യങ്ങൾ പറയാം. നമ്മളൊരു കാര്യം പറയുന്നതുകൊണ്ട് വേറൊരാൾക്ക് അതിന്റെ പേരിലൊരു വേറെ അവർക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മളുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഈ പെൺകുട്ടി അല്ലെ. ആ പോലീസുകാരുടെ മുമ്പിലോ അല്ലെങ്കിൽ അന്നത്തെ ഒരു മൊഴിയെടുക്കുമ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണറുടെ അടുത്ത് ഉണ്ടായ ശരിക്കുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ സത്യങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ കേസ് വേറെ രീതിയിൽ പോകും. കേസിന് ബലം കിട്ടാൻ വേണ്ടിയാണ് ഡയറി ചോദിച്ച് ഉപദ്രവിച്ചു, ഇന്ന രീതിയിൽ അവര് പറഞ്ഞ പ്രകാരമാണ് പിന്നീടുള്ള കാര്യങ്ങളും പറഞ്ഞ. പിന്നെ അച്ഛൻ മൊഴി മാറ്റി പറയുന്നു പറഞ്ഞപ്പോൾ അച്ഛൻ ആത്മഹത്യക്ക് ശ്രമിക്കാൻ നോക്കിയത് നേരിട്ട് കാണേണ്ടി വന്നു. അതുകൊണ്ടൊക്കെ ഇതുപോലെ സംഭവിച്ചത്. അല്ലെങ്കിൽ താൻ രാഹുലേട്ടനെ ഇങ്ങനെ പെരുമാറില്ലായിരുന്നു, രാഹുലേട്ടനെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും മിസ് ചെയ്യുന്നുണ്ടെന്നും ഈ പറഞ്ഞതിലെല്ലാം വളരെ കുറ്റബോധം ഉണ്ടെന്നും അതിന്റെ ഒരു സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് ആ പെൺകുട്ടി ഇപ്പൊ നിൽക്കണമെന്നുമാണ് നമുക്ക് ഈ വീഡിയോസിൽ നിന്നെല്ലാം മനസ്സിലാവണം. എന്തായാലും കേസിലൊരു വമ്പ ട്വിസ്റ്റാണ്. ഇനിയും എന്തൊക്കെയാണ് ഈ മൊഴിമാറ്റത്തിന്റെ കാരണം എന്താണെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. ഇനി അടുത്ത അപ്ഡേറ്റ് വരുമ്പോഴേ അത് പറയാൻ പറ്റുള്ളൂ. കേസ് എന്തായാലും സത്യസന്ധമായി തന്നെ പോട്ടെ, ന്യായമുള്ളവർക്ക് നീതി കിട്ടട്ടെ. അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.